81 വയസ്സുള്ള ഒരമ്മച്ചി ഹിന്ദിയിലും മലയാളത്തിലുമായി സമ്പൂർണ്ണ ബൈബിൾ എഴുതിയെന്ന് കേട്ടാൽ ആരാണ് അമ്പരക്കാത്തത്? എന്നാൽ സംഭവം സത്യമാണ്. തൃശൂർ ആമ്പല്ലൂർ പള്ളിക്കുന്ന് സ്വദേശിനി റോസി ചാക്കുണ്ണി പറോക്കാരനാണ് അച്ചടിയെ വെല്ലുന്ന രീതിയിൽ കൈയെഴുത്തിലൂടെ ബൈബിൾ പകർത്തി എഴുതിയത്. 1/4 നൂറ്റാണ്ടിലേറെ കാലം പള്ളിക്കുന്ന് അസംപ്ഷൻ ദേവാലയത്തിലെ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നതിനാൽ നിരന്തരമായ ദൈവവചന വായനയും പഠനവുമാണ് റോസി ടീച്ചറെ ബൈബിൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇതിനായി അനേക ദിനങ്ങൾ രാവും പകലും എഴുതിക്കൊണ്ടിരുന്നു. ഇടവക ദൈവാലയത്തിൽ പ്രകാശനം ചെയ്ത ബൈബിൾ തൃശൂർ രൂപതാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മുൻ രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയും ഏറെ താല്പര്യത്തോടെയാണ് താളുകൾ മറിച്ച് കണ്ടത്. ഹിന്ദിയിലും മലയാളത്തിലുമായി ബൈബിൾ എഴുതാനിടയായ വഴികളെക്കുറിച്ച് റോസി ടീച്ചർ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. മലയാളം ബൈബിൾ എഴുതി തുടങ്ങുന്നതിൻ്റെ എനിക്ക് ലഭിച്ച എൻ്റെ പ്രചോദനം എൻ്റെ താഴെയുള്ള പേരക്കുട്ടിയായിരുന്നു. അവൻ ദുബായിലായിരുന്ന സമയത്ത് അവൻ്റെ ആദ്യ കുർബാന സ്വീകരണ കാലഘട്ടത്തിലും അവൻ്റെ വികാരിയച്ഛൻ അവരോട് പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് 1200 വചനങ്ങൾ എഴുതി നിങ്ങൾ കൊണ്ടുവരണമെന്ന്. ആദ്യ കുർബാന സ്വീകരണത്തോടൊപ്പം തന്നെ അവൻ 1200 വചനങ്ങൾ എഴുതി വികാരിയച്ഛൻ്റെ മുൻപിൽ അവൻ സമർപ്പിച്ചു. അത് കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് വല്ലാത്തൊരു പ്രചോദനം ലഭിച്ചു. വെറുതെ ഇരുന്ന് എൻ്റെ സമയം കളയാതെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ എഴുതി ആത്മീയ അനുഭൂതിയിലേക്ക് വന്നുകൂടെ എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ഞാൻ 1000 വചനങ്ങൾ എഴുതിയിരുന്നു. അതുകൂടാതെ ബൈബിൾ ഒരു പ്രാവശ്യം മുഴുവനും വായിക്കാൻ സാധിച്ചു. അലൻ ഈ ബൈബിളൊക്കെ എഴുതുമ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് വാട്സപ്പിൽ അമ്മച്ചിക്ക് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അമ്മച്ചി പലപ്പോഴും പറയാറുണ്ട്, അലൻ അത് എഴുതുന്ന കണ്ടിട്ടാണ് എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ എഴുതാനുള്ള പ്രചോദനം ഉണ്ടായതെന്ന് പലപ്പോഴും പറയാറുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് അറിയാമെങ്കിലും എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് മലയാളം സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതാൻ ഞാൻ തീരുമാനിച്ചു. എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ എഴുതുകയും 6:30 അവസാനിപ്പിച്ച് 7:15 വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് ഞാൻ തിരിച്ചു വരുന്നു. വീട്ടിലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒഴിവുള്ള സമയങ്ങളിൽ ബൈബിൾ എഴുതുകയും അത് രാത്രി 10:30 അവസാനിപ്പിച്ച് ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഒരു ദിവസം ഏകദേശം 20-25 പേജോളം ഞാൻ ബൈബിൾ പകർത്തി എഴുതുമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ 6 മാസം കൊണ്ട് മലയാളം സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുവാൻ എനിക്ക് സാധിച്ചു. ഏകദേശം 2500ഓളം പേജുകൾ ഞാൻ ഇതിനായി വിനിയോഗിച്ചു. ഞാൻ 30 വർഷം ഹിന്ദി അധ്യാപികയായിരുന്നു. എനിക്ക് ഇന്നും അന്നം നൽകുന്നത് എൻ്റെ രാഷ്ട്രഭാഷയായ ഹിന്ദിയാണ്. അപ്പോൾ ആ ഹിന്ദിയിലെ ബൈബിള് എഴുതാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പുതിയ നിയമം എഴുതി തുടങ്ങി. പുതിയ നിയമം എഴുതി കഴിഞ്ഞപ്പോൾ ഞാനത് അവസാനിപ്പിച്ചു. കാരണം ഹിന്ദിയിൽ പഴയ നിയമം എഴുതാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം 8 മാസം എടുത്താണ് ഞാൻ ഹിന്ദി ബൈബിൾ പകർത്തി എഴുതിയത്. തിമിരം എൻ്റെ കണ്ണിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ലെൻസ് ഉപയോഗിച്ചാണ് ഞാൻ ബൈബിൾ വായിച്ചിരുന്നത്. കൂടുതലും പകൽ സമയങ്ങളിലാണ് ഞാൻ എഴുതിയിരുന്നത്. എങ്കിലും ദൈവം സഹായിച്ച് ഒരു ദിവസം 10ഓളം പേജ് എനിക്ക് എഴുതാൻ സാധിച്ചിരുന്നു. ഏകദേശം 3000ഓളം പേജുകളാണ് ഹിന്ദി ബൈബിൾ എഴുതാൻ ഞാൻ ഉപയോഗിച്ചത്.
ഈ 81ാമത്തെ വയസ്സിലും മലയാളം ഹിന്ദി ബൈബിൾ എഴുതി പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു കൃപയാൽ മാത്രമാണ്. അത് എഴുതുമ്പോഴും ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും എനിക്കിത് എഴുതുന്നതിന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ വചനത്തെ കൂടുതൽ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ഇതിലൂടെ എനിക്ക് സാധിച്ചു. ഞാൻ എൻ്റെ മതബോധന വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ദിവസവും ഒരധ്യായം ബൈബിൾ വെച്ച് വായിക്കണം. അത് നിങ്ങളെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. നമ്മൾ അനുദിനം ബൈബിൾ വായിക്കുമ്പോഴാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇതുകൊണ്ട് സാധിക്കും. ബൈബിൾ എഴുതുന്ന എൻ്റെ ഉദ്യമത്തിന് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായിരുന്നു. എൻ്റെ വികാരിച്ചന്മാരും കൊച്ചച്ചന്മാരും സിസ്റ്റേഴ്സും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് എന്നും പ്രോത്സാഹനം നൽകിയിരുന്നു. അഭിമന്യാൻഡ്രൂസ് പിതാവും ടോണി പിതാവും തൂങ്ങിൽ പിതാവും എൻ്റെ ഈ എളിയ പരിശ്രമത്തെ അനുമോദിച്ചതിലും ആശീർവദിച്ച് അനുഗ്രഹിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷം.